ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് നോക്കാം. അതിനായിട്ട് കാമറിക് കോട്ടൻ്റെ 3 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെ 4ആക്കി മടക്കുക. ഫോൾഡ് ഭാഗം എപ്പോഴും നമ്മുടെ ഭാഗത്ത് വരാനായിട്ട് നോക്കുക. അതിനുശേഷം ഫോൾഡ് ചെയ്ത് 4ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത്, നിങ്ങളുടെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ആ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത് വേണം ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. എന്നിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഷോൾഡറും ആം ഹോളും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ 7.5-ഉം ആം ഹോൾ 8-ഉമാണ് എനിക്ക് കിട്ടിയേക്കണത്. അത് ഓരോരുത്തർക്കും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിന് 4 കൂട്ടുക. 4 എന്ന് പറയുന്നത് നമ്മുടെ ലൂസാണ്. അതായത് ചെസ്റ്റ് + 4/4, അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ 4 കൂട്ടി അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. കാരണം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ എപ്പോഴും ലൂസ് വേണം. അത് കാരണം 4 ഇഞ്ച് ലൂസ് കൊടുക്കുന്നതാണ്. അതിന് ശേഷം നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരുവിധം എല്ലാവർക്കും 14 ഏരിയ. അവിടുന്ന് വേണം നമ്മൾ വേസ്റ്റിൻ്റെ ചുറ്റളവ് മാർക്ക് ചെയ്യാനായിട്ട്. വേസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് വേസ്റ്റിൻ്റെ ചുറ്റളവ്. എന്നിട്ട് പ്ലസ് തയ്യൽ തുമ്പ് കൂട്ടിയിടണം. തയ്യൽ തുമ്പ് ഇടാൻ മറക്കരുതാരും. അതിനുശേഷം ഹിപ്പിൻ്റെ ലെങ്ത്ത് അത് 20 ആവാം, 21 ആവാം. അത് ഓരോരുത്തർക്ക് മാറ്റം വരാം. അവിടുന്ന് നമ്മുടെ ഹിപ്പിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് എത്രയാണോ എടുത്തത് അത് തന്നെ മാർക്ക് ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് നോക്കുക. അതിനെ 4 കൊണ്ട് കൂട്ടുക, 4 ഇഞ്ച് കൂട്ടുക. 4 ഇഞ്ച് കൂട്ടിയതിന് ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1.5 ഇഞ്ച് കൂട്ടുക. അതിന് ശേഷം നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ കാമറിക് കോട്ടൻ്റെ ഫുള്ള് ഫ്ലെയർ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നൈറ്റിയാണ്, തട്ടി തടഞ്ഞ് വീഴാൻ പാടില്ല. നമുക്കത് ഫുള്ള് ജോയിൻ ചെയ്യുമ്പോൾ തടസ്സം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം താഴെ ഭാഗത്തുനിന്ന് നമ്മൾ ഫ്ലെയർ കണ്ടതിൻ്റെ മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഫുള്ള് ജോയിൻറ്റ് കൊടുക്കുകയാണ്. ഫുള്ള് ജോയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഫ്ലെയർ എടുത്തു. ഫ്ലെയറിൻ്റെ മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അവിടുന്ന് ഹിപ്പിലേക്ക് വന്നു, ഹിപ്പിൽ നിന്ന് വേസ്റ്റിലേക്ക് വന്നു, വേസ്റ്റിൽ നിന്ന് വീണ്ടും ചെസ്റ്റിലേക്ക്. ഇനി വരുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനാണ്. ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാൻ മാർക്കിങ് വേണം. അതായത് ആം ഹോളിൻ്റെ